നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വിൻ. നിങ്ങളുടെ പല്ലിൽ ഇതുപോലെയുണ്ടോ? നിങ്ങളൊന്ന് കണ്ണാടിയിൽ പോയി നോക്കൂ. നിങ്ങളുടെ പലരുടെയും പല്ലിൽ ഇതുപോലെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പ്രധാനമായും സംഭവിക്കുന്നത് നമ്മൾ ശരിയായ രീതിയിലല്ല ബ്രഷ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയമെടുത്ത് കൂടുതൽ ബലമെടുത്താണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ഇത് ചെറിയ രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ പല്ലിന്റെ നിറത്തിൽ തന്നെ ഇത് അടച്ചെടുക്കാൻ സാധിക്കും. എന്നിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത് സംഭവിക്കാതെ നിങ്ങളുടെ പല്ലിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാം. അതല്ല, ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പല്ല് മോണയും ചേരുന്ന ആ പോർഷനിൽ ആ ഭാഗത്ത് ഒരു വെട്ട് പോലെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നാൽ പയ്യെ പല്ലിന് പുളിപ്പ് വരും. പുളിപ്പ് അത് അധികമായി കഴിഞ്ഞാൽ പിന്നീട് അത് വേദനയായി മാറാം. മോണ ഇറക്കം സംഭവിക്കുക, അത് പയ്യെ മോണ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് തുടക്കത്തിലെ നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പല്ല് അടച്ചെടുക്കാൻ സാധിക്കും. അതല്ല, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നീട് അത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അതിലും മോശമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പല്ല് എടുത്തു കളയേണ്ട സ്ഥിതി വരെ എത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പല്ലിൽ ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ എത്രയും വേഗം കാണിക്കും. തുടക്കത്തിലെ ചികിത്സിക്കുകയാണെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് അടച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള പല്ലുകൾ നിലനിർത്താം. ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കും.